ഹലോ നമസ്കാരം എല്ലാ കൗമുദി ടിവിയുടെ പ്രേക്ഷകർക്കും ഈ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ജഗതിയിൽ. അതെ, ആരുടെ വീട്ടിലാണെന്നറിയോ? മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ, ജനനായകൻ, യശശരീരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്വന്തം പുതുപ്പള്ളി ഹൗസിൻ്റെ മുറ്റത്താണ് എന്നോടൊപ്പം ചേരുന്നത്. മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രിയ മകൻ, മാത്രമല്ല പുതുപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മനാണ്. ചാണ്ടിച്ചായ നമസ്കാരം. ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസ. താങ്ക് യു ചാണ്ടിച്ചായ. പുതുപ്പള്ളി ഹൗസിലേക്ക് വരുമ്പോൾ ഇപ്പം സാറിൻ്റെ ഓർമ്മകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു വീടാണിത്. മാത്രമല്ല പുതുപ്പള്ളി മണ്ഡലവും കേരളവും മുഴുവൻ പറയേണ്ട ആവശ്യമില്ല. ക്രിസ്മസിലേക്ക് വരുമ്പോൾ ചാണ്ടിച്ചാനെ സംബന്ധിച്ചോളം ഡൽഹിയിലായിരുന്നു കോളേജ് കാലഘട്ടം. അതിനു മുമ്പ് സ്കൂൾ കാലഘട്ടം എല്ലാം ഇവിടെയാണ് ചെലവഴിച്ചത്. അപ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഫസ്റ്റ് ക്ലീഷേ ക്വസ്റ്റ്യൻ, ക്രിസ്മസ് പപ്പയോടൊത്തുള്ള അല്ലെ ഈ വീടിനോടൊത്തുള്ള കുടുംബത്തോടൊപ്പമുള്ള ഒരു ക്രിസ്മസ് ഒന്ന് പറയുമോ? അല്ല, മിക്കവാറുമുള്ള എല്ലാ ക്രിസ്മസും ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. മിക്കവാറുമുള്ള ഒരു ക്രിസ്മസ് മാത്രം ഞാനും അപ്പയും അങ്ങ് 2013 ഡൽഹിയിലായിരുന്നു. പള്ളിയിൽ പോയതും AK ആൻ്റണിയായിട്ടൊക്കെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങളുടെ ക്രിസ്മസ് ലഞ്ച് അവിടെയായിരുന്നു. അപ്പം എൻ്റെ ഓർമ്മയിൽ ഒരു ക്രിസ്മസ് മാത്രമേ ട്രിവാൻഡ്രത്തില്ലായിരുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ക്രിസ്മസും ട്രിവാൻഡ്രത്ത്, മിക്കവാറും ഉള്ള എല്ലാ ക്രിസ്മസും എല്ലാം ഈ വീട്ടിലാണ്. നമ്മൾ പിന്നെ വളരെ കുറച്ച് മാത്രമേ അങ്ങനെ പോയിട്ടുള്ളൂ. ചാണ്ടിച്ചാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഓർമ്മയുണ്ട്, ഏതോ ഒരു ഹർത്താൽ ദിനത്തിലാണ് പപ്പയെ നേരിട്ട് മുഴുവൻ നേരം കാണാൻ സാധിച്ചെന്ന് ഞാൻ പരിചയപ്പെട്ടത്. അത് 2 വയസ്സോ 2.5 വയസ്സോ എന്തോ ഉള്ളപ്പോൾ സമയത്ത് പപ്പയോടൊപ്പം ഏതെങ്കിലും ഒരു ക്രിസ്മസ് ഓർമ്മ, പപ്പായ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കേട്ടിരുന്നു, ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് പട്ടിളി വെച്ചിരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതങ്ങനെ ഇപ്പോൾ എന്താ പറയുക, അങ്ങനെ ഈ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ സാന്റാ വന്നു വെച്ചെന്നും പറഞ്ഞ് ഞാനൊരു ഗിഫ്റ്റ് എന്തായാലും രാവിലെ എഴുന്നേക്ക് കിട്ടാറുണ്ടായിരുന്നു. ക്രിസ്മസ് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമുക്ക് ഏതൊരു ആഘോഷവും പണ്ടൊക്കെ നമുക്ക് ആഘോഷിക്കാൻ ഒരു മടിയില്ല, പക്ഷെ ഇപ്പം എന്തൊക്കെയോ ഒരു റെസ്ട്രിക്ഷൻ എവിടെയൊക്കെയോ ഉള്ളതുപോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ അത് എന്തുകൊണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പണ്ടത്തെ ഒരു അടുപ്പം ഇന്ന് മനുഷ്യർ തമ്മിലില്ല. അതിപ്പം എവിടെയാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് നാട്ടിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവരും ഒരു ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷനൊക്കെ ലോകത്തെ ചെറുതാക്കിയതെന്ന് പറഞ്ഞ്, പക്ഷേ ചെറുതായപ്പോൾ നമ്മളെല്ലാം അകന്നു പോയെന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. ഇപ്പം അങ്ങനെ ഒരു അകൽച്ചയുണ്ട് എല്ലായിടത്തും. ഇപ്പോൾ കുടുംബങ്ങളിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി, ഇപ്പം അതിൻ്റെ പേരിൽ വിഭാഗീയത വരെ നാട്ടിലുണ്ടാകുകയാണ്. അതാണ് അങ്ങനെ ഒരു ലോകമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യം, സാറിന് ഏറ്റവും ഒരിക്കലും സാറിന് ഉൾക്കൊള്ളാനാവാത്തത് ഏകാന്തതയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മുഞ്ഞാണ്ടി സാറിന്. ചാണ്ടിച്ചാനെ സംബന്ധിച്ചിടത്തോളം പപ്പയുടെ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ പപ്പയിൽ നിന്ന് കണ്ടെത്തിയ അല്ലെങ്കിൽ പപ്പയിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്ത എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ അതൊക്കെ വേണം, അതൊക്കെ ഞാൻ എൻ്റെ ഒരു മുഖമുദ്രയാക്കുമെന്ന് തോന്നിയ കുറേ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കുക എന്നുള്ളത് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ലോകത്തിൽ അത് ചെയ്യാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെ 24 മണിക്കൂറുണ്ട്, 26 മണിക്കൂറും ജനങ്ങളോടൊപ്പം നിൽക്കുവാനും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും അത് സ്വയം സാക്രിഫൈസ് ഇട്ടാണെങ്കിൽ ചെയ്യുക, അതൊക്കെ അദ്ദേഹത്തിന് മാത്രമേ എല്ലാവർക്കും കൊണ്ട് അത് സാധിക്കുന്ന കാര്യമല്ല. അപ്പം നമുക്ക് നമ്മുടെ ഇപ്പോൾ സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ എന്ത് വരുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ അപ്പുറം നമുക്കൊരു പ്രവർത്തനം ഇല്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഈ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം, അദ്ദേഹം മുഖ്യമന്ത്രിയായ തൊട്ട് ഇപ്പം ഞാൻ 90s കിഡാണ്. 90s കിഡ് തൊട്ട് നമ്മൾ ഈ നോക്കുമ്പോൾ ഞാൻ ഏജ് പറയുന്നില്ല, അവിടെ തൊട്ട് നമ്മൾ ഇങ്ങ് വരെയുള്ള ഓരോ മുഖ്യമന്ത്രിമാരുടെ ഗണം എടുക്കുമ്പോഴും ഓരോ രാഷ്ട്രീയക്കാരനും അവരുടേതായിട്ടുള്ള പ്രത്യേകതയുണ്ടാവും, അവരുടെ ശൈലി ഉണ്ടാവും. ഓരോരുത്തരും എടുത്ത് നോക്കുമ്പം ഉമ്മൻചാണ്ടി സാർ ഒഴിച്ച്, സാറായിരിക്കും ഏറ്റവും ടോപ്പിൽ, മറ്റൊരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ഒരു ജനസേവകൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന മറ്റൊരാളാരായിരിക്കും ചാണ്ടിച്ചാൻ? ഈ 90s ഇടയ്ക്കുള്ള കാര്യമാണ്. ഞങ്ങളെപ്പോലുള്ള 90sകാർക്ക് അതിന് മുമ്പ് ഒത്തിരി പേർക്ക് പറയാനുണ്ടാവുമല്ലോ. ഞാൻ ഫ്രം അവിടെ നിന്നാണ് തുടങ്ങുന്നത്, 90s മുമ്പ്. എന്ന് വെച്ചാൽ EK നയനാർ, സഖാവ് EK നയനാർ, AK ആൻ്റണി സാറ്, ഉമ്മൻചാണ്ടി സാറ്, VS അച്യുതാനന്ദൻ സാറ്, അതുപോലെ മുഖ്യമന്ത്രിമാരുടെ കാര്യമാണ് ചോദിക്കുന്നത്. അത് മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് സാർ ആയിരുന്നുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കാം. അതിനകത്ത് AK ആൻ്റണിയെ പോലൊരു മുഖ്യമന്ത്രി എന്താ പറയുക ലോകത്ത് കാണത്തില്ല. അദ്ദേഹം വേറൊരു, ഈ നാട്ടിലെ ഓരോരുത്തരും ഓരോ രീതിയിലും വ്യത്യസ്തരായിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ AK ആൻ്റണി തന്നെയാണ്. കാരണം അദ്ദേഹം ഈ നാടിന് ഇത്രയും സത്യസന്ധമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി കാഴ്ചവെച്ച
ഒരു മുഖ്യമന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ അതിൽ എ.കെ. ആന്റണി തന്നെയാണ് നമ്പർ 1 നിൽക്കുക. ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് നാട് നൽകിയിട്ടുണ്ട്. ഇ.കെ. നായനാരുടെ കാര്യം പറയുവാണെങ്കിൽ അദ്ദേഹം വളരെ ഒരു നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് എപ്പോഴും കം അക്രോസ് ചെയ്തിട്ട്. അദ്ദേഹത്തിന് ചിരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അവരുടെ ഒരു ഇടപെടൽ, അവരുടെ ഒരു ഇവിടെ ഇനിയിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിവിടെ ഈ വഴിയിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് CM-ൻ്റെ വൈഫ് വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വൈഫ് കളി നിർത്തി ഞങ്ങൾ TV കാണാൻ പോയി. അപ്പം പുള്ളിക്കാരത്തി വന്നപ്പോൾ തന്നെ ആ സമയത്ത് കറണ്ട് പോയിരിക്കുന്നുണ്ടാന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ പുള്ളിക്കാരത്തി ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, ആൻറ്റി ഞങ്ങളുടെ കറണ്ട് പോയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളിക്കാരത്തി വിളിച്ച് ഇലക്ട്രിസിറ്റിയോട് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. ഞങ്ങൾ ചെറുപ്പം വരുന്ന ആളാണ് എ.കെ. ആന്റണി. പിന്നെ VS അച്യുതാനന്ദനാണെങ്കിൽ അദ്ദേഹത്തിനൊരു വ്യത്യസ്തമായ ഒരു ജനകീയ മുഖം ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ അദ്ദേഹം അങ്ങനെ കാര്യങ്ങളൊന്നും അധികം ഇങ്ങനെ പുറത്ത് കാണിക്കുകയില്ല. അതേസമയം ചില കാര്യങ്ങൾ വളരെ സ്പെസിഫിക്കായിട്ട് അത് ചോദിക്കാനുള്ളത് ചോദിക്കുകയും പറയാനുള്ളത് പറയുകയും, ഫാദറിന് അസുഖമാണെന്നൊരു ഇത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം എഴുതി ചോദിച്ചു എന്തായി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അസംബ്ലിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മുഖ്യമന്ത്രി ഇങ്ങനെ എഴുതി ചോദിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പോയി അദ്ദേഹത്തിന് ബെറ്ററായി വന്നപ്പോഴത്തേക്ക് അപ്പോഴും മുഖ്യമന്ത്രി ആ ഡോക്ടറെ വിളിച്ച് അഭിനന്ദിച്ചു. അതായത് പണ്ട് കണ്ട ഉമ്മൻചാണ്ടിയല്ല എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ വലിയ അഭിനന്ദനം കൊടുത്തതും. അപ്പം അങ്ങനെ ഓരോരുത്തരും ഓരോ ശൈലിയിൽ വ്യത്യസ്തരാണ്. ഇപ്പം നമുക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൻ്റെ പേര് പരസ്പരം നമുക്ക് വേറൊരു തരത്തിൽ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് കേരളത്തിൽ ചോദിച്ചതല്ല. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി എതിർക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അതേസമയം ചില കാര്യങ്ങൾ നന്മ കണ്ടാൽ ഞാൻ നന്മയെന്ന് പറയും. അതിനകത്ത് എനിക്ക് ഒരു മടിയുമില്ല, സങ്കോചമില്ല. അതിൻ്റെ അർത്ഥം രാഷ്ട്രീയമായി യോജിച്ചതാണോ? അല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഓരോരുത്തർക്കും അവരുടേതായ ഗുണങ്ങളുണ്ട്. അതിന് കേരളം ഒരു വിധത്തിൽ ഒരു ഭാഗ്യപ്പെട്ടൊരു സംസ്ഥാനമാണ്. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളവർ കേരളത്തിലുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ വൈര്യം വെച്ച് പുലർത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എനിക്ക് ക്രിസ്മസിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നമുക്ക് പുതുതലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സന്ദേശം ഇതായിരിക്കും. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പരസ്പരമുള്ളൊരു നമുക്കൊരു ഇത് വേണം. കാര്യം എവിടെ തുറന്നാലും സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസ് കാരണം ഞാൻ പറയുന്നത് ഇന്നൊരു എന്താ പറയുക, നമ്മളെല്ലാവരും അകന്നു പോവുക. നമ്മൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ അടുത്ത് വരുന്നതിന് വരെ അകന്നു പോവുക. ആരെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞു, ആ കമൻറ്റിൽ ഒരു വാക്ക് തെറ്റിയാൽ ഉടനെ സൈബർ ആക്രമണം. കഴിഞ്ഞ ദിവസം ധ്യാനിനെതിരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അദ്ദേഹം എഴുന്നേറ്റില്ല. അദ്ദേഹം വളരെ വിഷമിച്ചിരിക്കുകയാണ്. അതിന് മുഖ്യമന്ത്രിയും വളരെ മാന്യമായിട്ടാണ് ഇടപെടുന്നത് പരസ്പരം. അതിനെ വേറെ തരത്തിൽ എന്തൊക്കെ ഇൻ്റർപ്രിട്ടേഷൻസാണ് കൊടുക്കുന്നത്. ഇതാണ് നമുക്കൊരു സോഷ്യൽ മീഡിയ നമ്മളെ അകന്നു പോകുന്നതിൻ്റെ ഒരു കാരണം. അതാണോ എന്നൊരു സംശയം നമുക്ക് നിൽക്കുന്നു. ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏറ്റവും വലിയൊരു മുഖമുദ്രയായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു സാറിൻ്റെ ക്ഷമയാണ്. ഈ വരികളിപ്പോൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് ക്ഷമ എന്നുള്ളൊരു കാര്യത്തോട് അത് ഒരു ചെറിയൊരു വാക്കിൽ പോലും അതിന് പരിശീലിക്കാമല്ലോ. നമുക്ക് ഓരോരുത്തർക്കും നമുക്കാരും അങ്ങനെ ഫുൾ പെർഫെക്റ്റ് അല്ലല്ലോ. പരിശീലിക്കാൻ ശ്രമിക്കാം. പരിശീലിക്കാനുള്ള ശ്രമം ഉണ്ടാവണം. നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമ്മളാരും ഹ്യൂമൻ ബീങ്സ്, എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പം അതിലേക്ക് എത്താൻ സാധിക്കുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾ 3 മക്കളാണ്. മറിയ ചേച്ചി, അച്ചു ചേച്ചി, ചാണ്ടിച്ചായൻ. ഈ 3 മക്കളിൽ ഞാൻ സാറിൻ്റെ 1-2 എല്ലാ ഗുണങ്ങളും ഞാനൊന്നും പറയില്ല, പക്ഷെ 1-2 ഇതിൽ ആരാണ് നല്ല ഏറ്റവും കൂടുതൽ എന്താ പറയുക ക്ഷമയുള്ള ആർക്കാണ്? ഈ 3 പേര്. അത് അദ്ദേഹത്തിന് തന്നെയാണ്. അല്ല 3 പേര്, നിങ്ങൾ 3 പേരില്ലേ ഞാൻ ചോദിച്ചത്. അതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റൂല. ഇല്ല, അത് ശരി. കൂടുതൽ എനിക്ക് തോന്നുന്നു മറിയ ചേച്ചി ഞാൻ തോന്നുന്നു കുറച്ചുകൂടെ സാമൂഹ്യ സേവന രംഗത്തേക്ക് കൂടുതൽ ഇതിരിക്കുന്നു. ഇവിടെ 3 പേരും ഉള്ള 3 പേരും അവരുടേതായിട്ടുള്ള രീതിയിൽ സാമൂഹ്യ സേവനം 3 പേർക്കും 3 തരത്തിലുണ്ട്. എനിക്കൊന്നു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഉണ്ട്, മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്, മെലോഡിയ എന്ന് പറഞ്ഞൊരു മ്യൂസിക് സ്ഥലമുണ്ട്. അതൊക്കെ എല്ലാവരും നിറഞ്ഞിരിക്കുക. അതിനകത്ത് അച്ചു ആണെങ്കിൽ ഒന്നും പറയാതെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കരുവാറ്റക്കാരി മറിയാമേ കല്യാണം കഴിച്ച സമയത്തെ, അപ്പം ആദ്യത്തെ കുട്ടി മറിയാണല്ലോ. അപ്പയ്ക്ക് ഈ 3 പേരിൽ കൂടുതൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കും, എന്നാൽ പോലും കൂടുതൽ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഈ 3 മക്കളിൽ ആരോടായിരിക്കും? സമയം കിട്ടാത്തില്ലെന്നറിയാം, എന്നാൽ പോലും ഈ 3 മക്കളിൽ ആരോടായിരിക്കും? അങ്ങനെ ഒരു വേർതിരിവ് ഇല്ലെങ്കിലും ഓരോരുത്തർക്കും ഓരോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ സ്പേസിൽ എനിക്കൊന്നും അറിയായിരിക്കും ചൂടെ ഒരു അടുപ്പം ഉണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബാക്കി ഞങ്ങളുടെ അടുത്തൊക്കെയും അടുപ്പം ഉണ്ടായിരുന്നു. എന്നെ എപ്പോഴും കാര്യമായിരുന്നു. അത് അവസാനം വരെ
അദ്ദേഹത്തിന് ഞാൻ തന്നെയായിരുന്നു എപ്പോഴും മനസ്സിലുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി സാറിന് എനിക്ക് തോന്നുന്നു ഏറ്റവും അദ്ദേഹത്തിന് ഒരു പക്ഷേ നിങ്ങൾക്കും കൂടെ ചേർന്ന് ഇഷ്ടപ്പെട്ട ഒരു ക്രിസ്മസ് അദ്ദേഹത്തിന് മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ക്രിസ്മസ് ആയിരിക്കാം, ബാംഗ്ലൂരിൽ വെച്ചുള്ള ഒരു. എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് അത്ര ഓർക്കാൻ താല്പര്യമില്ല. ആ ഒരു ക്രിസ്മസിലേക്ക് ഞാൻ തിരിച്ചു പോകാറില്ല. ഞാൻ ഓർക്കുന്ന മുഴുവൻ പഴയ ക്രിസ്മസുകളെ ഓർക്കാറുള്ളൂ. ആ ക്രിസ്മസിലേക്ക് ഞാൻ അങ്ങനെ അല്ല, എല്ലാവരും കൂടി നിന്നൊരു ക്രിസ്മസ് അതായത് ആണെങ്കിൽ പോലും ഞാൻ ആ ക്രിസ്മസിൽ അദ്ദേഹത്തിന് അത്ര സുഖമില്ലല്ലോ. അദ്ദേഹത്തിന് ആ ഒരു നമ്മൾ വലിയ പ്രതീക്ഷ അതിനുശേഷം വെച്ച് പുലർത്തിയിട്ടും അത് അദ്ദേഹത്തിന് റിക്കവർ ആവാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ക്രിസ്മസിലേക്ക് അങ്ങനെ ശ്രദ്ധ ക്ഷണിക്കാറില്ല. എൻ്റെ ശ്രദ്ധ മുഴുവൻ എൻ്റെ ചെറുപ്പത്തിലുള്ള ക്രിസ്മസുകൾ. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാലഘട്ടത്തെ കുറിച്ച് ഒരിക്കലും ഓർക്കാതിരിക്കുന്നതല്ലേ. ഇനി നമുക്ക് പുതുപ്പള്ളിയിലേക്ക് വരാം. പുതുപ്പള്ളിയിൽ എനിക്കൊന്ന് 1970 സാർ ആദ്യമായിട്ട് നിയമസഭ വരുന്നത്. ആ സമയത്ത് പിണറായി വിജയൻ സാറും ഉണ്ട് അല്ലേ, രണ്ടുപേരും ഒരേ സമയത്ത് വന്നവരാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ എനിക്ക് തന്നെ കരുണാനിധിക്ക് ശേഷം തലൈവർക്ക് ശേഷം ഏറ്റവും കൂടുതൽ വർഷം ഉമ്മൻചാണ്ടി സാറാണെന്ന് തോന്നുന്നു MLA ആയിട്ടിരുന്നത്. അതല്ല, ഇന്ത്യയിൽ തോൽക്കാതെ ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് ആയത് ഒന്ന് അപ്പയും 2 മാണി സാറുമാണ്. മാണി സാറ് രണ്ടുപേരേ ഉള്ളൂ. അതേ കരുണാനിധി ആയിട്ടുള്ളത് പല കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്നാണ് 63 വർഷം. അത് വലിയൊരു കാലഘട്ടം. സെയിം കോൺസ്റ്റിറ്റ്യുവൻസി സാറാണ്. അപ്പം പിന്നെ മാണി സാർ, ആദ്യം മാണി സാറായി റെക്കോർഡ്, പിന്നെ അപ്പയായി. ചാൻ എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം ഇപ്പം ഞാൻ പുതുപ്പള്ളി വന്നിട്ടുണ്ട്, സാറിനെ കുഞ്ഞിലെ കണ്ടിട്ടുണ്ട്. സാറിനെ എപ്പോഴും നമ്മളിങ്ങനെ ഇപ്പം ഞാനൊക്കെ വന്ന് ഇങ്ങനെ തൊടുക, എല്ലാവരും വന്ന് പിടിക്കുക. സാറിന് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഞാൻ സത്യമായിട്ടും ഞാൻ അവിടെ വെച്ചാണ് ക്ഷമയെന്നുള്ളൊരു കാര്യം അന്ന് കൂടെ ഉണ്ടാകുന്ന ചേട്ടന്മാരൊക്കെ പറയും ഇങ്ങനെയാണ് സാറ് എന്ന് പറയും. അപ്പം ഏറ്റവും വലിയൊരു താരതമ്യ പഠനം ചാണ്ടിച്ചാന് വരാൻ പോകുന്ന സാഹചര്യം വെച്ചാൽ പുതുപ്പള്ളിക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും അപ്പൻ മോൻ എന്നൊരു കമ്പാരിസൺ വരാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യത്തിലും. ഇപ്പം ആ ഒരു കമ്പാരിസൺ എനിക്ക് പ്രശ്നമല്ല. അല്ല, അദ്ദേഹമായിട്ടുള്ള കമ്പാരിസൺ വേറെ ആയിട്ട് കമ്പാരിസൺ അല്ലേ പ്രശ്നമുള്ളൂ. അപ്പം അദ്ദേഹമായിട്ടാണ് കമ്പാരിസൺ. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ മുന്നേ പോകണമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സാറിൻ്റെ എന്തായാലും സാറിന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ഒരു കാലഘട്ടത്തിൽ സാർ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയൊക്കെ വീണ്ടും ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് സാറിൻ്റെ ആ ഒരു 2022 കാലഘട്ടമൊക്കെ. എന്നാൽ പുതുപ്പള്ളിയിൽ സാറിന് ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ, അത് എന്തൊക്കെയായിരിക്കും ചാണ്ടിച്ചാൻ മുമ്പിൽ കണ്ടിട്ടുള്ളത്? അല്ല, എൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിനൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. അദ്ദേഹം ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന് ഭയങ്കര അർത്ഥങ്ങൾ കാണും. ഇപ്പം ഞങ്ങളുടെ റോഡുകൾ അദ്ദേഹം BMBC അങ്ങനെ ഈ മറ്റേ ഒരു പ്രത്യേക ഒരു ടാറിംഗ് ഉണ്ട്, ആ ഒരു റബ്ബർ ഇട്ടൊരു ടാറിംഗ് ഉണ്ട്, റബ്ബറൈസ് ടാറിംഗ് ഉണ്ട്. അദ്ദേഹം അങ്ങനെ അത് ഇൻസിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതെൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വലിയ ആക്സിഡൻറ്റ്സ് ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ്. ആൾക്കാരുടെ ഒരു അത്രയും ഒരു വലിയ ഒരു കൺസേൺ, അങ്ങനെ അദ്ദേഹം പല കാര്യങ്ങളും പല ആംഗിൾ ചിന്തിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ആ റബ്ബറൈസ് ടാറിംഗ് അദ്ദേഹം അങ്ങനെ പ്രോത്സാഹിപ്പിക്കാത്തതിന് കാരണം ഈ ആദ്യ കാലഘട്ടത്തിൽ NH വലിയ ആക്സിഡൻറ്റ്സ് നടക്കുമായിരുന്നു. അത് ഭയന്നിട്ടാണ് ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുക. അപ്പം അതിനകത്ത് റബ്ബറൈസ്ഡ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ പല ആംഗിൾസ് അദ്ദേഹം ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മുഴുവൻ കാഴ്ചപ്പാട് ഒന്നും പറയുകയില്ല, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം എന്താണ്. പക്ഷേ വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് അദ്ദേഹം ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ. ഒന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്, അതിപ്പോഴും ഔട്ട് പേഷ്യൻ്റ് ഇല്ല, ഇൻപേഷ്യൻ്റ് ഇല്ല, ഔട്ട് പേഷ്യൻ്റേ ഉള്ളൂ, OP മാത്രം. അങ്ങനെയല്ലല്ലോ. സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ആ ഹോസ്പിറ്റലിലാണ്, അവിടെ ഒരു നമ്മുടെ ലാബ് ഉണ്ടായിരുന്നു. അവിടെയാണ് കോവിഡിൻ്റെ 4 ലക്ഷം ടെസ്റ്റ് നടത്തിയത്. ആദ്യത്തെ കോവിഡ് കാലം വേറെ അടുത്ത് ടെസ്റ്റിലായിരുന്നു കേരളത്തിൽ, അവിടെയായിരുന്നു. അപ്പോൾ അങ്ങനെ പൊട്ടൻഷ്യലുള്ള സ്ഥലത്തെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ രാജീവ് ഗാന്ധിയുടെ ഓർമ്മ സ്ഥലം അല്ലെങ്കിൽ ഓർമ്മയ്ക്ക് പണിഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജ് ഞങ്ങളുടെ അവിടെയാണ്. IITക്ക് തുല്യമായി തന്നെ ഉയർത്താവുന്ന ഒരു സ്ഥാപനമാണ്. ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളൊന്നാണത്. RIT. ASAP ഉണ്ട്, നമ്മുടെ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ് വിദേശത്ത് നിന്ന് വരെ ഫണ്ടിങ് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള പൊട്ടൻഷ്യലുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ഉദ്ഘാടനം പോലും ഗവൺമെൻറ് നടത്തിയിട്ടില്ല. ഉദ്ഘാടനം നടത്താതെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പുതുപ്പള്ളിയുടെ ഒരു അവഗണന ഈ 9 വർഷക്കാലം ഈ ഗവൺമെൻറ് കാണിച്ചു എന്നുള്ളത് അതിയായ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ 4 മാസത്തിനുള്ളിൽ ആ വിഷമം ഞങ്ങൾ തീർത്തിരിക്കും. ഒരു സംശയമില്ലാതെ പുതുപ്പള്ളിയെ തിരിച്ചു കൊണ്ടുവരും. അവസാനത്തെ ഞാൻ ചോദ്യത്തിലേക്ക് കടക്കുക കേട്ടോ. കാര്യം പുതുപ്പള്ളിയുടെ വലിയൊരു മകനാണ്, പുണ്യാളൻ്റെ പള്ളിയാണ്. ആ പള്ളിയിലെ തെരുമുറ്റത്ത് സൈഡിലോട് ചേർന്നാണ് സാറിനെ ഇപ്പോൾ അന്ത്യം ഉറങ്ങുന്നത്. ലക്ഷോപലക്ഷം ആളുകൾ വന്ന് ചേരുമ്പോൾ ക്രിസ്മസ് ആകുമ്പം കുറച്ചുകൂടി ആളുകൾ കൂടും. ഇപ്പോൾ ഓരോ നാനാജാതി മതസ്ഥരുണ്ടാവുമല്ലോ, അവരെല്ലാം കല്ലറയിലേക്ക് വരുത്തുമ്പം
അദ്ദേഹത്തോട് ചിലർ ഞാൻ ചില വീഡിയോ കണ്ട് ദൈവമായിട്ട് ഉമ്മൻചാണ്ടി സാറിനോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കാര്യം വെച്ചാൽ ഒരു വെച്ചാൽ അങ്ങയുടെ കുടുംബത്തിൻ്റെതായതുകൊണ്ട് എങ്ങനെയായിരിക്കണം ജനങ്ങൾ ആ കല്ലറയെ സമീപിക്കേണ്ടതെന്നാണ് അങ്ങയുടെ. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കല്ലറ ആഗ്രഹിച്ചിരുന്നില്ല. ഇല്ല, ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു കല്ലറ ആവശ്യപ്പെട്ടിട്ടുമില്ല, ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം ഒട്ടും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പള്ളി ആ നിമിഷം എടുത്തൊരു തീരുമാനമാണ്. സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്ത് പോലും ഒന്ന് ചിന്തിച്ചു അവിടെ വേണോ എന്നുള്ളത് വരെ ചിന്തിച്ചു. പക്ഷേ ഇങ്ങനെ വന്നപ്പം അവിടെ ആയതേ ഉള്ളൂ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു വിഷമഘട്ടത്തിൽ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ നോ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ കുടുംബ കല്ലറ അവിടെയുണ്ട്. എൻ്റെ ഗ്രാൻഡ് പേരൻസും ഒക്കെ അടക്കിയിരിക്കുന്ന അവിടെയാണ്. അപ്പം അവിടെ അടക്കേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ അവരുടെ താല്പര്യപ്രകാരം അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ഞങ്ങളെല്ലാം തളർന്നിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു പെട്ടെന്നൊരു മരണം ആരും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം തളർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. പക്ഷേ അവിടെ വരുന്നവരെല്ലാം ഇപ്പം ഞാൻ എൻ്റെ പിതാവിനെ കാണുന്ന പോലാണ് അവരുടെ ഒരു റിലേറ്റീവായിട്ട് കണ്ട്. ഇപ്പം എൻ്റെ ഒരു ഗ്രാൻഡ് മദർ മരിച്ചാൽ ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലെ അവർ ഓരോരുത്തരും അവരുടെ ഒരു ഫാദറിനെയോ അവരുടെ ഒരു ഗ്രാൻഡ് ഫാദറിനെയോ അല്ലെങ്കിൽ അവരുടെ ബ്രദറിനെയോ അവരുടെ ഒരു മകനും മരിച്ചതുപോലെ അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു എന്താ പറയുക, അവരുടെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരാളോട് കാണിക്കുന്ന ഒരു സ്നേഹം, അതാണ് അവിടെ ഒത്തിരി മെഴുകുതിരികൾ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി കാരണം അദ്ദേഹം ഒരിക്കലും ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ഒരു എൻകറേജ് ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെ എൻകറേജ് ചെയ്യത്തുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങളങ്ങനെ നോ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയുടെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ആ സ്പെഷ്യാലിറ്റി ആ പള്ളിക്കാർ പറഞ്ഞപ്പോൾ അവിടെ വന്നു. അപ്പോൾ അവിടേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ കഴിഞ്ഞ 2 വർഷം വന്നിട്ടുണ്ട്. അവരോടൊക്കെ സ്നേഹവും കടപ്പാടുമുള്ളൂ. അവിടെ എല്ലാ മതത്തിൻ്റെ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ ഒരു ഒരുമയുടെ സ്ഥലമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. ഒരു 3.25 കോടി ജനത്തിൻ്റെയും പ്രാർത്ഥനയുള്ളൊരു സ്ഥലം, ആ പ്രാർത്ഥനയുള്ള സ്ഥലമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. 2026 തൊട്ട് പഠിക്കൽ വന്ന് നിൽക്കുകയാണ്. അതിനോടൊപ്പം ഇലക്ഷനും തൊട്ട് പഠിക്കൽ അടുത്ത വർഷം തൊട്ട് പഠിക്കൽ വന്നിരിക്കുകയാണ്. ചാണ്ടിച്ചാനെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഈ ക്രിസ്മസിനെയും പുതിയ വർഷങ്ങളെയും ഒക്കെ എങ്ങനെ സമീപിക്കണം, എന്താ പറയുക, ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിലല്ല, ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് എങ്ങനെ പറയും, ഉമ്മൻചാണ്ടി സാറിനെ പോലെ. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം തുല്യരാണ് എന്നുള്ളതിൻ്റെ ഒരു തനി ആവർത്തനമാണ്. ഇറ്റ്സ് എ പ്രൊക്ലമേഷൻ ദാറ്റ് ഓൾ ആർ ഈക്വൽ. ബിക്കോസ് ദൈവം തന്നെ മനുഷ്യനായി തീരുകയാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു കാഴ്ച കാണുമ്പോൾ നമ്മളെല്ലാം തുല്യരാണ്, അല്ലെങ്കിൽ തുല്യരിൽ ചിലർക്ക് പ്രാധാന്യം കൂടിയാലും നമ്മളെല്ലാം തുല്യരാണ് എന്നുള്ളതിൻ്റെ സന്ദേശം തന്നെയാണത്. അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ ജാതിയുടെ വ്യത്യാസം കാണും, മതത്തിൻ്റെ വ്യത്യാസം കാണും, ഭാഷയുടെ വ്യത്യാസം കാണും. പക്ഷേ ആ ഭാഷാ വ്യത്യാസങ്ങൾക്കപ്പുറം നമ്മളെല്ലാം മനുഷ്യരാണ്. മനുഷ്യർ സ്നേഹത്തിൽ കഴിയണം. ഇതിനകത്ത് ആരെങ്കിലും എന്ത് കാരണത്തിലാണെങ്കിലും പരസ്പര വിദ്വേഷം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത് നല്ലൊരു ട്രെൻഡായിട്ട് ഞാൻ ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. അത് നമുക്ക് അനുവദിക്കാൻ നമ്മുടെ സമൂഹത്തിൽ പറ്റത്തില്ല. കാരണം കേരളത്തിൽ എല്ലാവരും കഴിഞ്ഞ 2000 വർഷക്കാലം ഒന്നിച്ച് ജീവിച്ച സ്ഥലമാണ്. അതിനുശേഷം കഴിഞ്ഞ ഒരു 200 വർഷക്കാലം അതിൻ്റെ റീട്രേഷൻ വിവിധ ആൾക്കാരോട് നടന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും അല്ല ചാവറ പിതാവ് അച്ഛനാണെങ്കിലും അടക്കമുള്ള പരിമല തിരുമേനിയാണ്, അവരൊക്കെ വന്ന് ഇത് റീട്രേറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം നമുക്കും ഒരു എന്താ പറയുക, അത് തുടരുവാനുള്ളൊരു ഡ്യൂട്ടിയുണ്ട്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി നമ്മളെല്ലാവരും നല്ല രീതിയിൽ നടത്തണം എന്നുള്ളതാണ്. പുതിയ വർഷം പ്രതീക്ഷയുടെ വർഷമാണ്. കേരളത്തിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്ന വർഷമാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രി ഉണ്ടാകാൻ പോകുന്ന വർഷമാണ്. അതിൽ നമുക്കെല്ലാം സന്തോഷം. വെരി ബെസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്മസ് ആശംസകളെന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അതുപോലെ ഒരുമയുടെയും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ പുതുവർഷം ഐശ്വര്യത്തിൻ്റെ ആവട്ടെ, സമൃദ്ധിയുടെ ആവട്ടെ, ഒരുമയുടെ ആവട്ടെ. താങ്ക് യു ചാണ്ടിച്ച. താങ്ക് യു.